നമസ്കാരം. ഞങ്ങൾ ഇന്ന് കോട്ടയം വരെ ഒന്ന് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞങ്ങളങ്ങനെ കോട്ടയത്തെത്തി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കളക്ട്രേറ്റ് വരെ വന്നതാണ് ഒരാവശ്യത്തിന്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് കളത്തിൽ കടവെന്ന്. ആ സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്. നല്ലൊരു ഗ്രാമമാണ്, കണ്ടില്ലേ? രണ്ട് സൈഡും നല്ല പച്ചപ്പും പിന്നെ നെൽപ്പാടങ്ങളും എല്ലാം ഉണ്ട്. മിക്ക വീടുകളുടെയും റോഡ് വരെ ചെടി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം രണ്ട് സൈഡും മരങ്ങളും നെൽപ്പാടങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ചില സിനിമയുടെ ഷൂട്ടിങ്ങും അതേപോലെ തന്നെ ഫോട്ടോഷൂട്ട് ഇതൊക്കെ വൈകുന്നേരത്തുണ്ട്. ഇപ്പം പിന്നെ വെയിലായത് കാരണം ആരും അങ്ങനെ വന്നൊന്നുമില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കത്തെ ഈ വീടിൻ്റെ കണ്ടില്ലേ, റോഡ് വരെ ചെടി വെച്ചിരിക്കുകയാണ്. നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കളത്തിൽ കടവെന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു പാലമുണ്ട്, തോടുണ്ട്, നെൽപ്പാടങ്ങൾ, ഇതെല്ലാം നല്ലൊരു രസമാണ് വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാനും ഒക്കെ. പിന്നെ ഈ പാലം നേരെ പോകുന്നത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് കോട്ടയത്ത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കഞ്ഞിക്കുഴി. രണ്ട് സൈഡും നെൽപ്പാടങ്ങളും തോടുകളും. അവിടെ തുണി വിരിച്ചിട്ടിട്ടുണ്ട് അവർ. എന്തോ മാറ്റോ അങ്ങനെ എന്തോ കൊണ്ട് വിരിച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നിറച്ച് ആമ്പലുണ്ട്. പൂക്കളായിട്ടില്ല. പൂക്കൾ ചിലതൊക്കെ ഉണ്ട് പൂക്കൾ, പക്ഷേ അത് ഇപ്പോൾ വിടർന്നിട്ടില്ല. ഉച്ച സമയമാകുമ്പോഴത്തേക്ക് അത് വിടരത്തില്ലല്ലോ. ഒന്നെങ്കിൽ രാവിലെയോ വൈകിട്ടോ അങ്ങാണ്ട. രാവിലെയാണ് കൂടുതലും വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ മീൻ, ആൾക്കാരൊക്കെ ഒത്തിരി ചൂണ്ടയിടാനും ഒക്കെ അവിടെ വന്നിരിക്കുമെന്നു. വൈകുന്നേരത്തെ ആൾക്കാരെല്ലാം വരുന്നത്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ഉച്ചയാകാനായി, നല്ല വിശപ്പുണ്ട്. എന്നാലും ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ പിടിച്ചൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇച്ചിരി വിശന്നാലും സാരമില്ലാന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഞങ്ങൾ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട്, കാരണം റോഡിന് വലിയ വീതിയില്ല. വണ്ടിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പരമാവധി ഒതുക്കിയായിട്ട് ഞങ്ങൾ. അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഈ റോഡിൽ നിന്ന് അവസാനിക്കുന്നിടത്ത് കുറേ വീടുകളുണ്ട്. ഈ തോടിന് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇവിടെയൊക്കെ കുറച്ച് ആഴം കാണും, പക്ഷേ ഇങ്ങനെ സൈഡൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ അതുകൊണ്ട് അവരെ ഒറ്റാലും കൂടുമൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. മീനെ കുത്തിപ്പിടിക്കാനും. ഒറ്റാലും അവിടെ പമ്പ് ഹൗസുണ്ട്. അപ്പോൾ ആ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം അടിച്ച് കളയുന്ന ഈ കനാലിലോട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിനകത്ത് വരുന്ന മീനെ പിടിക്കാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, ആമ്പൽ കണ്ടില്ലേ? പക്ഷേ ആമ്പലയിൽ എപ്പോഴും ഒന്നും പോവില്ല. രാവിലെയാണോ വൈകിട്ടാണോ ആമ്പല് വിരിക്കുന്നത്? എനിക്കൊരു സംശയം. ആമ്പല് രാത്രിയിലല്ലേ? രാവിലെ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴത്തേന് ആമ്പൽ അങ്ങ് കൂമ്പി പോകത്തില്ലേ? രാത്രിയിലാണ് വിരിയുന്നതെന്ന് തോന്നുന്നു. രാത്രിയിലാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം. നല്ല ഭയങ്കര ഭംഗി. ആ കാണുന്ന ഒരു ചുവന്നൊരു കുരിശടി കണ്ടോ? ഭയങ്കര വ്യൂ. അത് ദൂരെ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ് കുരിശടി കാണാൻ. ദേശാടന പക്ഷി വന്നിരിക്കുന്ന കണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ ദേശാടന പക്ഷി വന്നിരിക്കാറുണ്ട്. അവിടെ ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ചെറിയ മീനുണ്ട്. അപ്പം ഞങ്ങളെ തൊട്ടടുത്ത് എന്നിട്ട് പോലും ആ മീനൊന്നും, ആ ദേശാടന പക്ഷി അവിടെ നിന്ന് പറന്നു പോയില്ല. ഇത് ഞാൻ അവിടെ നിന്ന് ഒരു പുല്ല് പറിച്ചതാണ്. പക്ഷേ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് പുല്ലല്ല, നല്ല രസമുള്ള ചെടിയാണ്. അതേ ഇവിടെ നിൽപ്പുണ്ട്. ഞാനത് കാണിക്കാതെ. അത് ഒത്തിരി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈസ് ഒരു പുല്ല് കാണുന്നത്. അല്ല, ചിലയിടത്തൊക്കെ ഉണ്ട്. ഈ കണ്ടത്തിൻ്റെ സൈഡിലും അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. നല്ലപോലെ മീൻ വെട്ടുന്നുണ്ട് വെള്ളത്തിൽ. ഇതേ കണ്ടില്ലേ, ആകാശത്തിന്റെ റിഫ്ലക്ഷൻ. ഇഷ്ടംപോലെ മീനുണ്ട്. മീനാന്ന് തോന്നാ പൊങ്ങി വരുന്നത്. അപ്പോൾ അവിടെ ഈ സൈഡിലെ വെള്ളം കുറവാണേ. അപ്പോൾ ഇവിടെ താണ്ട് അവരെ ഒറ്റാൽ കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഒറ്റാലിരിപ്പുണ്ട്, കൂടിരിപ്പുണ്ട്. പിന്നെ അവരുടെ ഇതിനകത്ത് നമ്മുടെ പമ്പ് ഹൗസിനകത്ത് വല ഇരിപ്പുണ്ട്, വീശുവല. അതൊക്കെ എനിക്ക് തോന്നുന്നു അവർ വൈകിട്ടേ വീശത്തുള്ളെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മഴ പെയ്തെങ്കിലും, വേനൽ മഴ പെയ്തെങ്കിലും നല്ല ചൂടായിരുന്നു. ഇപ്പം നെല്ലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് കൊയ്യാമെന്ന് തോന്നുന്നു. കൊയ്ത്തിനുള്ള സമയമായി വരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും പിന്നെ നമ്മുടെ കുട്ടനാട്ടിലെ പോലെ തന്നെ ഓരോ സ്ഥലത്തും ആ ഓരോരോ സ്ഥലത്തെ വെള്ളം
വറ്റിക്കുന്ന അനുസരിച്ചാണല്ലോ വിത്തിടുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു താമസം ഉണ്ടാവും. ഒത്തിരി ഉണ്ട്. അപ്പുറത്തെ പിന്നെ മരത്തേൽ ഒത്തിരി ഇരിപ്പുണ്ട്. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേ എല്ലാം പറന്നുപോയി. ഇത് ഒറ്റാലല്ലേ ഇരിക്കുന്നത്? ഇതാ ഒറ്റാല കുത്തിപ്പിടിക്കുന്നത്. 2 ഉണ്ട്. അതിൻ്റെ തൊട്ടങ്ങേപ്പുറത്ത് താഴെ വെള്ളത്തിൽ കുത്തി വെച്ചിട്ട് മേളിൽ കൂടെ കൈയിട്ട് മീനിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ അനങ്ങാതെ പോകും. അനങ്ങാതെ ചെന്നിട്ട് മീൻ ഇരിക്കുന്നിടം നോക്കിയിട്ട് ഇവനെ ഒറ്റ കുത്തിയിട്ട് മേളിൽ കൂടെ കൈയിട്ട് അതിനെ പിടിച്ചെടുക്കും. പിന്നെ ദാണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടിയിരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ആ കൂട് ഞാൻ നേരത്തെ ഈ ചെടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടപ്പോൾ ഒത്തിരി കൂടി നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയത് കാണാം കേട്ടോ. ഒരെണ്ണം കാണുന്നതിനേക്കാൾ കൂടി നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് നമ്മുടെ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ പാലവും ഉമ്മൻചാണ്ടി സാറാന്ന് തോന്നുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. ഇത് നല്ല ഭംഗിയാണ്. വൈകുന്നേരത്ത് ഇവിടെ ഇഷ്ടംപോലെ പിന്നെ നമ്മുടെ 4 മണിക്കാറ്റിലെ പോലെ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റ് കച്ചവടമൊന്നുമില്ല. നമ്മൾ വരുന്നവർ ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നു. പക്ഷേങ്കിൽ പരിസരമൊക്കെ ഒരുപാട് മലിനമാക്കുന്നുണ്ട്. കുപ്പിയും വേസ്റ്റുകളും ഒക്കെ കഴിച്ചേച്ച് വലിച്ചെറിഞ്ഞേച്ച് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിസരം നമ്മൾ തന്നെ വൃത്തിയായി സൂക്ഷിച്ചില്ല, നാളെ വരുന്നവർക്ക് അതിനെക്കാട്ടി ബുദ്ധിമുട്ടാവില്ലേ? ഇത് കോട്ടയം ടൗണായി കാണുന്നത്. കോട്ടയം ടൗണല്ല അല്ലേ, കഞ്ഞിക്കുഴിയാണോ? കഞ്ഞിക്കുഴിയുടെ ഇങ്ങേ ഭാഗം. അതൊരു വലിയൊരു ചർച്ച ആക്കേണ്ടത്. ആ ചർച്ച കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്തതേ ഉള്ളൂ. കാറ് പോകുന്നുണ്ടോ പാലത്തെ കൂടെ? കാർ ഇപ്പോൾ ഒരു ബസ് വരുന്ന സമയത്താണ് കണ്ടത്. നല്ല രസമുണ്ട്. ആ പച്ച കളറും ബസ്സിൻ്റെ പച്ച കളറും അത് പ്രകൃതിയുടെ കളറും അല്ലാണ്ട് നല്ല രസമുണ്ട് അല്ലേ? കളിപ്പാട്ടം പോകുന്ന മുതൽ നല്ല രസമായി സ്ഥലം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ ഒരു വേറെ അപ്പുറത്തൊരു വീട് കണ്ടു. അപ്പോൾ ഞങ്ങളപ്പം ആ ഭാഗത്ത് എവിടെയെങ്കിലും വേറെ നല്ല സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല തുളസി എന്താ നിൽക്കുന്നതെന്നറിയാമോ? ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു. അപ്പം ഞാനപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമൊക്കെ മുറ്റത്തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും ഈ തുളസി നട്ടു വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നല്ല, എൻ്റെ അച്ഛനപ്പന്മാർ കാലം തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ തുളസിയുണ്ട്, ഒരു മൂട് പോലും ഞങ്ങൾ പിഴുത് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു മുല്ല നിൽക്കുന്നുണ്ടോ, എന്തോ മണമാണെന്നറിയാം. മുറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു മണമാണെന്ന്. അതിൻ്റെ താഴെ വീണ് കിടക്കുന്ന പൂവൊന്ന് കാണണം. ഈ എന്തോ പൂവാണെന്നറിയാം, ഭയങ്കര മണം. അതുപോലെ ഈ ചുമന്ന പൂ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഏതാണ്ട് ഗാർഡനോ എന്തോ ആണെന്ന്. പല കളറല്ലേ, മഞ്ഞ, ചുവപ്പ്. അവരുടെ പറമ്പിൽ ആ ഒരു ഭാഗം മൊത്തം തുളസിയും ഈ പൂക്കളേ ഉള്ളൂ. തുളസി നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 4 തൈ അവർ തന്നായിരുന്നു. ഇതിൻ്റെ 6 തന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.